ഇപ്പം ജിമ്മിൽ പോകുന്ന മിക്ക ആളുകളും ഫോളോ ചെയ്യുന്ന വർക്കൗട്ട് രീതികളാണ് ഒന്ന് ബ്രോ സ്പ്ലിറ്റ്, ഒന്ന് അപ്പർ ബോഡി ലോവർ ബോഡി സ്പ്ലിറ്റ്, പിന്നെ ഒന്ന് പുഷ് പുൾ ലെഗ്സ്. ഇത് മൂന്ന് വർക്കൗട്ട് രീതികളും ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഈ ബ്രോ സ്പ്ലിറ്റ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പം ഇന്ന് ചെസ്റ്റ് ചെയ്യുവാണെങ്കിൽ ഇന്ന് ചെസ്റ്റും ട്രൈസെപ്സും, നാളെ ബൈസെപ്സും ബാക്കും, പിന്നെ മറ്റന്നാൾ ഷോൾഡറും ലെഗ്സും, പിന്നെ ഇത് തന്നെ പിറ്റേ 3 ദിവസം റിപ്പീറ്റ് ചെയ്യും. അങ്ങനെ വീക്കിലി അങ്ങനെ തീർക്കും. അതാണ് ബ്രോ സ്പ്ലിറ്റ് എന്ന് പറയുന്നത്. പിന്നെയുള്ള സ്പ്ലിറ്റ് ആണ് പുഷ് പുൾ ലെഗ് സ്പ്ലിറ്റ്. ആ ട്രെയിനിങ്ങിൽ വരുമ്പം ഇപ്പൊ മൺഡേ ചെയ്യുമ്പോൾ പുഷ് ആയിരിക്കും. പുഷ് എന്ന് വെച്ചാൽ ചെസ്റ്റ് ചെയ്യും, ട്രൈസെപ്സ് ചെയ്യും, ഷോൾഡർ ചെയ്യും. ഈ 3 വർക്കൗട്ടും കൂടി ഒരു ദിവസം ചെയ്യും, ചെസ്റ്റിനും ട്രൈസെപ്സിനും ഷോൾഡേഴ്സിനും. അപ്പം അത്യാവശ്യം നല്ല ടൈം എടുക്കും വർക്കൗട്ട് ചെയ്യാൻ. അതാണ് പുഷ്. പിന്നെ ട്യൂസ്ഡേ വരുന്നതാണ് പുൾ വർക്കൗട്ട്. ഈ പുൾ വർക്കൗട്ടിൽ വരുന്നതെല്ലാം ബാക്കിനും ബൈസെപ്സിനും പിന്നെ നമ്മുടെ ഷോൾഡേഴ്സിനും. ഈ 3 വർക്കൗട്ടാണ് ട്യൂസ്ഡേ ചെയ്യുന്നത്. പിന്നെ വെനസ്ഡേയിലേക്ക് വരുമ്പോഴാണ് ലെഗ് ഡേ. ലെഗ് ഡേക്ക് നമ്മുടെ ലെഗിലെല്ലാം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യും. നമ്മുടെ ക്വാഡ്സ് ആണെങ്കിലും ഹാംസ്ട്രിങ്സ് ആണെങ്കിലും കാഫ് ആണെങ്കിലും ഇതെല്ലാം കോൺസെൻട്രേറ്റ് ചെയ്യും. അപ്പം ഒരു ദിവസം തന്നെ ഒരു 1.25-1.5 മണിക്കൂറൊക്കെ വേണ്ടി വരും. അങ്ങനെ ഒരു വീക്കിലി 6 ദിവസം ഈ പുഷ് പുൾ ലെഗിൽ ആളുകൾ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഉള്ളതാണ് അപ്പർ ബോഡി ലോവർ ബോഡി സ്പ്ലിറ്റ് വർക്കൗട്ട്. ഇത് ചെയ്യുന്ന വെച്ചാൽ അത്യാവശ്യം ബിഗിനർ ലെവലിലും അത്യാവശ്യം ഇന്റർമീഡിയറ്റ് ലെവലിലുള്ള ആളുകളാണ് ഇത് ചെയ്യുന്നത്. ഈ പുഷ് പുൾ ലെഗ് ഒക്കെ ചെയ്യുന്ന അത്യാവശ്യം അഡ്വാൻസ് ലെവലിലുള്ള ആളുകളായിരിക്കും. അത് ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള ആളുകൾക്കും ചെയ്യാം. ഈ അപ്പർ ബോഡി ലോവർ ബോഡി സ്പ്ലിറ്റിലേക്ക് വരുമ്പം ഇപ്പൊ മൺഡേ ഞാൻ അപ്പർ ബോഡി മാത്രമായിരിക്കും ഞാൻ. അപ്പർ ബോഡി എന്ന് വെച്ചാൽ അതിൽ എൻ്റെ ചെസ്റ്റ് ഉൾപ്പെടും, എൻ്റെ ബൈസെപ്സ് ഉൾപ്പെടും, എൻ്റെ ട്രൈസെപ്സ് ഉൾപ്പെടും, എൻ്റെ ബാക്ക് ഉൾപ്പെടും, ഷോൾഡർ ഉൾപ്പെടും. അങ്ങനെ നമ്മുടെ മേളിലേക്കുള്ള അപ്പർ ബോഡി എല്ലാം നമ്മൾ ചെയ്യും. അത്യാവശ്യം ടൈം എടുക്കും, പക്ഷെ എന്നാലും അപ്പർ ബോഡി ഫുള്ള് നമ്മൾ കവർ ചെയ്യും. പിന്നെ രണ്ടാമത്തെ ദിവസം വൈകുന്നേരം ലോവർ ബോഡി. ലോവർ ബോഡി വെച്ചാൽ നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്വാഡ്സ്, ഹാംസ്ട്രിങ്സ്, പിന്നെ കാഫ്സ്. അങ്ങനെ ലോവർ ബോഡി വരുമ്പോൾ കാലിന്റെ എല്ലാ വർക്കൗട്ടും ചെയ്യും. കാലിലെ എല്ലാ മസിലും നമ്മൾ വർക്കൗട്ട് ചെയ്യും. അപ്പം 2 ദിവസം അപ്പർ ബോഡിയും ലോവർ ബോഡിയും ചെയ്തു. പിന്നെ വീണ്ടും ഒരു ദിവസം റെസ്റ്റ് എടുത്തിട്ട് വീണ്ടും ഇതേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യും. അങ്ങനെ ആഴ്ചയിൽ 4 ദിവസം അപ്പർ ബോഡി ലോവർ ബോഡി വർക്കൗട്ട് ആയിട്ടുള്ളൂ. അപ്പം അതാണ് ഞാൻ പറഞ്ഞത്, കുറച്ചുകൂടി ബിഗിനർ ലെവലിലാണ് ഈ അപ്പർ ബോഡി ലോവർ ബോഡി സ്പ്ലിറ്റ് എന്ന് പറയുമ്പോൾ. കാരണം ആഴ്ചയിൽ 4 ദിവസം അതിന് വരുന്നുള്ളൂ. പിന്നെ പുഷ് പുൾ ലെഗ് ചെയ്യുമ്പോൾ 6 ദിവസം വരുന്നുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബ്രോ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ 6 ദിവസം വരുന്നുണ്ട്. ഇപ്പം എക്സാമ്പിൾ ഞാൻ മൺഡേ ചെസ്റ്റും ട്രൈസെപ്സും ചെയ്യുവാണെങ്കിൽ ചെസ്റ്റും ട്രൈസെപ്സും മാത്രം ചെയ്താൽ മതി. ആ വർക്കൗട്ട് സത്യത്തിൽ 3/4 മണിക്കൂർ കൊണ്ട് നമുക്ക് തീർക്കാൻ പറ്റും. അപ്പം എല്ലാ ദിവസവും ഈ 3/4 മണിക്കൂർ വെച്ച് ചെയ്യുന്നതാണ് ഈ ബ്രോ സ്പ്ലിറ്റ് എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ മൺഡേ ചെസ്റ്റ് ട്രൈ, ട്യൂസ്ഡേ ബാക്ക് ബൈസെപ്സ്, വെനസ്ഡേ ഷോൾഡേഴ്സും ലെഗ്സും, എന്നിട്ട് വീണ്ടും തേഴ്സ്ഡേ തൊട്ട് വീണ്ടും ചെസ്റ്റും ട്രൈയും, പിന്നെ ഫ്രൈഡേ വീണ്ടും ബാക്കും ബൈസെപ്സും, പിന്നെ സാറ്റർഡേ ലെഗും ഷോൾഡേഴ്സും. അങ്ങനെ അതങ്ങ് പോകും. അതാണ് ബ്രോ സ്പ്ലിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിൽ ടൈം കുറവാകും. നമ്മൾ ഒരു 3/4 മണിക്കൂർ 1 മണിക്കൂറിൽ താഴെ നമുക്ക് ഈ ബ്രോ സ്പ്ലിറ്റിൽ ഓരോ ദിവസം തീർക്കാൻ പറ്റും. പക്ഷേ പുഷ് പുൾ ലെഗ്സ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല ടൈം എടുക്കും. കാരണം നമ്മൾ മൺഡേ പുഷാണ് ചെയ്യുന്നത്. പുഷ് ചെയ്യുമ്പോൾ ചെസ്റ്റും വരുന്നുണ്ട്, ഷോൾഡേഴ്സും വരുന്നുണ്ട്, ട്രൈസെപ്സും വരുന്നുണ്ട്. അപ്പം ഇത് 3 ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഒരു 1.5 മണിക്കൂർ എടുക്കും. നല്ല ഹാർഡായിട്ടായിരിക്കും ഈ 3 നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് ഈ പുഷ് പുൾ ലെഗിന്റെ ഒരു ഡീമെറിറ്റ്സ് എന്ന് വെച്ചാൽ അതിന് റിക്കവറി ഭയങ്കര പാടായിരിക്കും കാരണം നമ്മൾ ആഴ്ചയിൽ 6 ദിവസവും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം റിക്കവറി നമുക്ക് പാടായിരിക്കും. കാരണം അത്യാവശ്യം ഇന്റൻസീവ് ആയിട്ട് തന്നെ നമ്മൾ വർക്കൗട്ട് ചെയ്ത് പോവുകയാണ്. നിങ്ങളൊരു ബിഗിനർ ലെവലാണെങ്കിൽ എപ്പോഴും നല്ലത് അപ്പർ ബോഡി ലോവർ ബോഡി സ്പ്ലിറ്റ് ആണ്. ഞാൻ ബിഗിനർ മാത്രം പറയത്തില്ല, ചില ആളുകളുടെ ജനറ്റിക്സ് ഉണ്ട്. ഇപ്പൊ ചില ആളുകൾക്ക് റിക്കവറി ഒക്കെ പാടായിരിക്കും. അത് ഓരോ ഇൻഡിവിജ്വലിന്റെ ജനറ്റിക്സ് ആണ്. പക്ഷെ എന്നാലും ചില ആളുകൾക്ക് റിക്കവറി പാടായിരിക്കും. അങ്ങനെയുള്ള ഒരു അഡ്വാൻസ്ഡ് ആണെ പോലും അവർക്ക് ഈ അപ്പർ ബോഡി ലോവർ ബോഡി സ്പ്ലിറ്റ് ആയിരിക്കും നല്ലത്. പിന്നെ ഞാൻ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പം പണ്ടത്തെ പോലെയല്ല, എല്ലാവരും ഈ വെയിറ്റ് ട്രെയിനിങ് മാത്രമല്ല ചെയ്യുന്നത്, കൂട്ടത്തിൽ കാർഡിയോയും കൂടി ചെയ്യുന്നുണ്ട്. അപ്പം 2 ദിവസം കാർഡിയോക്ക് പോയാലും ബാക്കി 4 ദിവസം വർക്കൗട്ട് ചെയ്യാൻ പറ്റും. നമ്മുടെ അപ്പർ ബോഡി ലോവർ ബോഡി സ്പ്ലിറ്റ് വെച്ച് നമുക്ക് 4 ദിവസം വർക്കൗട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ അതുകൊണ്ട് നമ്മുടെ മസിൽ ഗ്രൂപ്പ്സിനെ എല്ലാം നല്ല പെടുത്താൻ പറ്റും. കാരണം നമ്മൾ അപ്പർ ബോഡി ലോവർ ബോഡി സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ എല്ലാ മസിൽസിനെയും നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുന്നുണ്ട് ഒരു വീക്കിൽ. പക്ഷെ പുഷ് പുള്ളിനായിരിക്കും ഏറ്റവും കൂടുതൽ ഹൈപ്പർ ട്രോഫി. ഒരു മസിൽ ഗ്രോത്തിന് ഏറ്റവും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് പുഷ് പുൾ ലെഗ് ആയിരിക്കും. ഈ 3-ൽ ഏറ്റവും കൂടുതൽ മസിൽ ഗ്രോത്തിന് നമ്മളെ സഹായിക്കുന്നത് പുഷ് പുൾ ലെഗ് തന്നെയായിരിക്കും. ഇപ്പം നിങ്ങൾ എന്തെങ്കിലും മാർഷൽ ആർട്സ് ഒക്കെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പം വെയിറ്റ് ട്രെയിനിങ് മാത്രമല്ല, കൂട്ടത്തിൽ എന്തെങ്കിലുമൊക്കെ മാർഷൽ ആർട്സ് ട്രെയിനിങ് ഒക്കെ ചെയ്യുവാണെങ്കിൽ ഏറ്റവും നല്ലതും അപ്പർ ബോഡി ലോവർ ബോഡി സ്പ്ലിറ്റ് ചെയ്യുന്നത്. കാരണം അത് ആഴ്ചയിൽ 4 ദിവസമേ ഉള്ളൂ. 4 ദിവസം കൊണ്ട് അതങ്ങ് തീരും. ബാക്കി 3 ദിവസം ഉണ്ട്. ഒരു ദിവസം റെസ്റ്റ് എടുത്താലും 2 ദിവസം ട്രെയിൻ ചെയ്താൽ മതി ഏതെങ്കിലും മാർഷൽ ആർട്സ്. ഞാൻ മാർഷൽ ആർട്സ് എന്ന് പറയുന്നില്ല, ഇപ്പം സ്വിമ്മിങ് ആണെങ്കിലും എന്തെങ്കിലും റണ്ണിങ് ആണെങ്കിലും എന്തെങ്കിലും കാർഡിയോ ആണെങ്കിലും ഇതെല്ലാം ചെയ്യുമ്പം അപ്പർ ബോഡി ലോവർ ബോഡി സ്പ്ലിറ്റ് ആയിരിക്കും നല്ലത്. ഇപ്പം നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാനൊന്നും വലിയ സമയമില്ല. ഇപ്പം നിങ്ങളുടെ ബിസിനസ് കാരണോ നിങ്ങളുടെ വർക്ക് കാരണോ നിങ്ങളുടെ സ്റ്റഡി കാരണോ നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാൻ അധികം ടൈം ഇല്ലെങ്കിൽ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് ബ്രോ സ്പ്ലിറ്റ് ആണ്. ബ്രോ സ്പ്ലിറ്റ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏതെങ്കിലും ഇപ്പം ചെസ്റ്റും ട്രൈസും ആയിരിക്കും ഒരു ദിവസം ചെയ്യുന്നത്. അപ്പം അതൊരു 45 മിനിറ്റ് 50 മിനിറ്റ് നിങ്ങൾക്ക് ആ ഒരു ദിവസം നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്ത് നിർത്താൻ പറ്റും.
പക്ഷേ ഈ ബ്രോ സ്പ്ലിറ്റ് 6 ദിവസം ചെയ്യുമ്പോൾ കാർഡിയോ വരുന്നില്ല. അവിടെ കാർഡിയോ എന്ന സെക്ഷൻ അവിടെ വരുന്നില്ല. ബ്രോ സ്പ്ലിറ്റ് ആണ് നമ്മൾ കൺസർവേറ്റീവ് ആയിട്ട് നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരുന്ന വർക്കൗട്ട് രീതികൾ. നമ്മൾ പണ്ട് തൊട്ടേ നമ്മൾ പഴയ ജിമ്മിലൊക്കെ പോയാൽ നമുക്ക് അറിയാൻ പറ്റും. ഇപ്പോഴും അവർ ഈ ബ്രോ സ്പ്ലിറ്റ് ആണ് ഫോളോ ചെയ്യുന്നത്. അവർ ഇതുവരെ പുഷ് പുൾ ലെഗോ അപ്പർ ബോഡി ലോവർ ബോഡി സ്പ്ലിറ്റോ അങ്ങനെ അതൊന്നും അവർ കേട്ടിട്ട് പോലും കാണത്തില്ല. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ ബ്രോ സ്പ്ലിറ്റ് നമുക്ക് പെട്ടെന്ന് വർക്കൗട്ട് ചെയ്ത് തീർക്കാൻ പറ്റും. ഒരു 3/4 മണിക്കൂർ 50 മിനിറ്റ് നമുക്ക് ബ്രോ സ്പ്ലിറ്റിലെ വർക്കൗട്ടുകളൊക്കെ തീർക്കാൻ പറ്റും ഒരു ദിവസത്തെ. പിന്നെ നമുക്കറിയാം ഇപ്പം പണ്ടൊന്നും ആളുകൾ കാർഡിയോ ചെയ്യത്തില്ല. ഇപ്പൊ കാർഡിയോ നമുക്ക് അത്യാവശ്യമാണ്. എല്ലാവരും ആഴ്ചയിൽ 2 ദിവസമെങ്കിലും കാർഡിയോ ചെയ്യണം. അങ്ങനെ ചെയ്യുവാണെങ്കിൽ നമ്മളൊന്ന് ഓർത്തെ നമ്മൾ ഈ ബ്രോ സ്പ്ലിറ്റിന്റെ കൂട്ടത്തിൽ നമ്മൾ കാർഡിയോ കൂടി ചെയ്യണം. അപ്പോൾ ഒന്ന് ഓർത്ത് ഈ 50 മിനിറ്റ് ബ്രോ സ്പ്ലിറ്റ് വർക്കൗട്ട് 1.25 മണിക്കൂറിലേക്കൊക്കെ പോവാം നമ്മൾ കാർഡിയോ കൂടി ഇൻക്ലൂഡ് ചെയ്യുവാണെങ്കിൽ. അങ്ങനെ നോക്കുവാണെങ്കിൽ നിങ്ങൾ കാർഡിയോ കൂടി ഒരു ആഴ്ചയിൽ ചെയ്യുവാണെങ്കിൽ ഏറ്റവും നല്ലത് ബ്രോ സ്പ്ലിറ്റിനേലും ഏറ്റവും നല്ലത് അപ്പർ ബോഡി ലോവർ ബോഡി സ്പ്ലിറ്റ് വർക്കൗട്ടാണ് നല്ലത്. ഈ അപ്പർ ബോഡി ലോവർ ബോഡി സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ബ്രോ സ്പ്ലിറ്റിന്റെ അത്രയും റിക്കവറി നമുക്ക് കിട്ടുന്നുണ്ട് ഓരോ മസിൽ ഗ്രൂപ്പിനും. അത് മാത്രമല്ല ഈ പുഷ് പുൾ ലെഗിന്റെ അത്രയും തന്നെ മസിൽ ഹൈപ്പർ ട്രോഫിയും കിട്ടുന്നുണ്ട്. അപ്പൊ മസിൽ ഗ്രോത്ത് നടക്കും, നല്ല റിക്കവറി നടക്കും, അതുപോലെ തന്നെ കാർഡിയോയിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ അപ്പർ ബോഡി ലോവർ ബോഡി ആണ് എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് നിന്ന് ഏറ്റവും നല്ലത്. പിന്നെ നിങ്ങൾ അത്യാവശ്യം അഡ്വാൻസ്ഡ് ആണെങ്കിൽ, നിങ്ങളുടെ റിക്കവറി ഒക്കെ അടിപൊളിയാണെങ്കിൽ നിങ്ങൾക്ക് ലോങ് ടൈമിൽ പുഷ് പുൾ ലെഗ് ആയിരിക്കും ഏറ്റവും നല്ലത്. അതാണ് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത്. പുഷ് പുൾ ലെഗ് ചെയ്യാൻ പറ്റിയ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അത് കഴിഞ്ഞാൽ വരുന്നതാണ് അപ്പർ ബോഡി ലോവർ ബോഡി സ്പ്ലിറ്റ്. അതിൻ്റെ താഴെയാണ് ബ്രോ സ്പ്ലിറ്റ്. സത്യത്തിൽ അങ്ങനെ മേളിലും താഴെയും അങ്ങനെയൊന്നും ഇല്ല. ഇതിൽ ഏതെങ്കിലുമൊക്കെ ചെയ്താൽ മതി. അത് ഓരോരുത്തരുടെ റിക്കവറിയും ചെയ്യാൻ പറ്റുന്ന സമയവും വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്ന സമയവും പിന്നെ ഓരോരുത്തർക്ക് അഡാപ്റ്റ് ആവാൻ പറ്റുന്ന രീതിയിലുള്ള വർക്കൗട്ട് വേണം നിങ്ങൾ എടുക്കാൻ. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇത് ഓരോരുത്തരുടെ ചോയ്സാണ്. ഓരോരുത്തരുടെ ബോഡി അവരോട് എന്ത് പറയുമോ അതുപോലെ ചെയ്യണം. ഇപ്പം എനിക്കറിയാം ഒരു ദിവസം 2.5 മണിക്കൂറും 2 മണിക്കൂറും വർക്കൗട്ട് ചെയ്യുന്നവരുണ്ട്. അതുപോലെ തന്നെ ഒരു ദിവസം അരമണിക്കൂറിൽ വർക്കൗട്ട് തീർക്കുന്നവരുമുണ്ട്. ഇവർക്ക് രണ്ടുപേർക്കും ചിലപ്പോൾ കിട്ടുന്ന റിസൾട്ട് ഒന്നായിരിക്കും. അപ്പം അത് ഓരോരുത്തരുടെ ജനറ്റിക്സ് അനുസരിച്ചായിരിക്കും. ചിലർക്ക് 2 മണിക്കൂർ വർക്കൗട്ട് ചെയ്യുന്നതായിരിക്കും, ചിലർക്ക് അത് അരമണിക്കൂർ വർക്കൗട്ട് ചെയ്താൽ മതി. 2 മണിക്കൂർ ചെയ്യേണ്ട പുഷ് പുൾ ലെഗ് ചെയ്യുന്നവർക്ക് അതനുസരിച്ച് എടുക്കുക. പിന്നെ എല്ലാത്തിനും മേളിൽ എന്താണെങ്കിലും പുഷ് പുൾ ആണെങ്കിലും ബ്രോ സ്പ്ലിറ്റ് ആണെങ്കിലും അപ്പർ ബോഡി ലോവർ ബോഡി ആണെങ്കിലും എന്താണെങ്കിലും ചെയ്യുക. അതാണ് ഏറ്റവും വലിയ കാര്യം. കൺസിസ്റ്റന്റ് ആയിട്ട് അത് ചെയ്യുക. ഞാൻ നൈക്കിയുടെ ഒരു കോട്ട് പറയാം, ജസ്റ്റ് ഡു ഇറ്റ് ദെൻ ഡു ഇറ്റ് അഗൈൻ. അപ്പം അത്രയുള്ള കാര്യം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.